ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക. രണ്ടാം ലോകമഹായുദ്ധം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമന്റെയും മരണതീയതി, റഷ്യൻ അന്തർവാഹിനി കർസ്ക് മുങ്ങിയത്, കിഴക്കൻ ബൾഗേറിയയിലുണ്ടായ ഭൂകമ്പം, യുഎസിലെ സെപ്റ്റംബർ 11 ആക്രമണം, 2004 സുനാമി എന്നീ സംഭവങ്ങളെല്ലാം ബാബ വാങ്ക പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്നു. 26 പേരുടെ ജീവനെടുത്ത പൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും ബാബ വാങ്കയുടെ പ്രവചനം ചർച്ചയാവുകയാണ്. ഭീകരതയെയും ആഗോള യുദ്ധത്തെയും കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനങ്ങളാണ് ഈ അവസരങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. 2043 ആകുമ്പോഴേക്കും ഇസ്ലാമിക മേധാവിത്വം ഉയർന്നു വരുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. അവരുടെ പ്രവചനങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു എന്നും പറയപ്പെടുന്നവരുമുണ്ട്. 2025 വലിയ ദുരന്തം നമ്മളെ തേടിയെത്തുമെന്നാണ് പറയുന്നത്. യൂറോപ്പ് വലിയ യുദ്ധഭൂമിയാകുമെന്നും വാങ്ക പ്രവചിച്ചിരുന്നു. പൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ പ്രവചനം പോലെയാണ് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. വാംകയിലെ പാണ്ഡവ ഗുഷ്ടറോവ എന്നാണ് ബാബ വാംകയുടെ യഥാർത്ഥ പേര്. 1911 ജനുവരി 31 ജനനം. ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വാങ്ക വളർന്നു വന്നത്. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന് മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിലടച്ചു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും നഷ്ടമായിരുന്നു. ഇതോടെ ബന്ധുവീടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവ് അടക്കം അവരെ കാണാനെത്തി എന്നും പറയപ്പെടുന്നു. 1996 ബാബ വാങ്ക അന്തരിച്ചത്. വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും അത്ഭുതകരമായി തന്നെ തോന്നുന്നു. പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. 2025 ഭൂമിയുടെ അവസാനത്തിന് തുടക്കമാകും. 5079 ഭൂമിയിൽ മനുഷ്യരാശി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. 2025 യൂറോപ്പിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കും. ഇത് യൂറോപ്പിലെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. 2043 യൂറോപ്യൻ മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിലാകും. 2076 ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരും. പ്രകൃതി ദുരന്തങ്ങളിലൂടെയാകും ഭൂമിയുടെ അവസാനം. ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ ചിലത് തർക്കമില്ലാത്തവയാണ്, എന്നാൽ മറ്റു ചിലത് വളച്ചൊടിക്കലാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തീവ്രവാദം പോലുള്ള സന്ദർഭങ്ങളിൽ. 2088 മനുഷ്യന്റെ വാർദ്ധക്യ പ്രക്രിയയെ വേഗത്തിലാക്കും. ആയുസ് ഗണ്യമായി കുറയുകയും ഭാവി തലമുറയുടെ നിലനിൽപ്പിന് അപകടകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒരു നിഗൂഢ പകർച്ചവ്യാധി ഉണ്ടാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട്.